ഓണം തൂക്കി. അടിപൊളി കഥ, അടിപൊളി ഡയറക്ഷൻ, അടിപൊളി കഥ. ആ ഇത് ഓണത്തിന് അടിപൊളിയായി കൊടുക്കും. അടിപൊളി അടിപൊളി നല്ല പടം, നല്ല പടം. ഭയങ്കര നല്ലൊരു കോമ്പോ. അതെ അതെ, പറയാം, ഓണം വിന്നർ എന്നൊക്കെ പറയാം. ബ്രോ നല്ല ണ്ട് സൂപ്പർ. ഗിരീഷയുടെ കറക്റ്റ് നമ്മുടെ പ്രേമലു പോലെ തന്നെ അടിപൊളി ഒരു മൂവിയാണ്. നൈസ് പടം. ആ കോമഡി പടമാണ്, നല്ല എൻജോയ്, എന്തായാലും സൂപ്പർ ഹിറ്റ് ആവും. ഓ ഈ കോളിയുടെ നല്ല നൈസ് പടം ഉണ്ടായിരുന്നു, എന്തായാലും ഷുവർ ഹിറ്റ് ആണ്. പടം സൂപ്പറാണ്, നല്ലതാ. അടിപൊളി, നല്ല ഭയങ്കര ഫീൽ ഗുഡ് പടം. തൂക്കി ഓണം തൂക്കി തന്നെ ഫാമിലി ഓഡിയൻസിന് പറ്റും. നല്ലതാ. അടിപൊളിയാണ്. ഗിരീഷടി മാജിക് ആണ്. കാരണം ഇങ്ങനെ ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഫീൽ ഗുഡാ. അതായത് കണ്ടിരുന്ന സമയം പോണ അറിയില്ല, ഭയങ്കര രസമുണ്ട്. കംബാക്ക് ആണ്. അതെ, നല്ല ഭയങ്കര ഫീൽ ഗുഡാ. അവരുടെ കെമിസ്ട്രി എല്ലാം നല്ലോണം വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്. അടിപൊളി. എല്ലാം പൊളിയാ, എല്ലാം പൊളിയാ, എല്ലാം. അതെ അതെ അതെ, ആ അത് കാണാൻ പറ്റും. തൂക്കി തൂക്കി കൊള്ളാം കൊള്ളാം. പൊളിച്ച് റൊമാൻസ് നല്ലതും കിടിച്ച് ഇപ്രാവശ്യം തൂക്കി. കോമഡി, ലിവൻ പോളിയുടെ കോമഡി ഫുൾ. അല്ല അതുപോലെ നമ്മളെ ജാബറൊക്കെ കോമഡി കിടുക്കി. പ്രേമം സൂപ്പർ ഡൂപ്പറായി. മാസ് കൊലവരി. ഇപ്രാവശ്യം ഓണം ഡബിൾ തൂക്കി. അടിപൊളി പടമായിരുന്നു. ഭയങ്കര ഫീൽ ഗുഡ് മൂവി. ഓ ഇനിയിപ്പം ഓണത്തിന് നിവിൻ തൂക്കി. ഓ ഓണത്തിന് നോക്കി. ആ മാജിക്, അയ്യോ പക്ക മാജിക്. അയ്യോ എന്താ പറയാ, ഭയങ്കര ഫീൽ ഗുഡ്. നമ്മള് സന്തോഷം കൊണ്ട് കാണൂലേ, അതുപോലെയായിരുന്നു പടം. ഭയങ്കര എല്ലാവർക്കും എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന പടമായിരുന്നു. അടിപൊളി പടം, വിഷയം പടമാണ്. ഈ ഓണം നിവിൻ പോളി തൂക്കും. എല്ലാവരും നല്ല അടിപൊളി റൊമാൻറ്റിക് ഡ്യുവോ ആയിരുന്നു രണ്ടുപേരും. നമ്മൾ ഈ ഓണം അടിപൊളിയായിരുന്നു. ലൈക്ക് ഫാമിലിയെ പറ്റി കാണാൻ പറ്റിയ മൂവിയാണ്. ഭയങ്കര ഒരു കോമഡി, ഒരു മൊമെന്റ് പോലും ബോറടിക്കില്ല. അത്ര നല്ല ഒരു കോമഡി പടമാണ്. അതെ, ഓണം നിവിൻ തൂക്കും. അടിപൊളിയായിരുന്നു. കോമഡിയൊക്കെ സൂപ്പറായി. പണ്ട് കണ്ട നീമ്പോളി തിരിച്ചു വന്നു. വന്നു. നല്ല പടം, ഇഷ്ടപ്പെട്ടില്ല. നല്ല സിനിമ, ഭയങ്കര രസം. തിരിച്ചു വന്നു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാം കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ല പടം. കുറെ നാളുകൂടി നല്ലൊരു പടം കണ്ട്. നന്നായിട്ട് അഭിനയിച്ചിട്ട് നല്ല രസം. ഇത്ര പ്രായമായിട്ടും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ട് കേട്ടോ. കുറെ ചിരിച്ച് നന്നായിട്ടുണ്ട്. എല്ലാം ഉണ്ട്. കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഫാമിലി എല്ലാം ഉണ്ട്. ഭയങ്കര ഞാൻ ആദ്യം വിചാരിച്ചു വർക്കൗട്ട് ആവില്ല എന്ന് വിചാരിച്ചൊരു കോംബോ ആയിരുന്നു. പക്ഷെ ഭയങ്കര അവരുടെ തമ്മിലൊരു കെമിസ്ട്രി ഭയങ്കര നല്ലായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഓഗസ്റ്റ് 21 ഒരു പടം ഇറക്കിയ കൊല്ലത്തൂക്ക് എന്ന് പറഞ്ഞാണ്ടല്ലോ, പ്രേമുണ്ടാക്കിയ ഒരു ഓളുണ്ടല്ലോ, അതെന്തായാലും ഉണ്ടാകാൻ പോവാണ്. ബദലേന്ന് സീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഡൈ ഹാർഡ് നീമ്പോളി ഫാനാണ്, അതെല്ലാവർക്കും അറിയാം. ഞാൻ ഫാൻസ് ഷോയാണ് പൊതുവെ കാണാറ്. പ്രാവശ്യം വനിത വിന്ദയിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ കേക്കൊക്കെ കട്ടിങ്ങൊക്കെ ഉണ്ടായി വേണ്ടാനായിട്ട്. പ്രാവശ്യം വീഡിയോ കാണുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാ. ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷം. ഒന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയും സന്തോഷമായിരിക്കും. നമുക്ക് ഈ ഓണം കൂടി ഒരുമിച്ച് ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പടം വേറെ കളറായിട്ടുണ്ട്.
കോമ്പിനേഷൻ നമുക്കറിയാലോ, മമിത ബൈജു അടുത്തൊരു സൂപ്പർ സ്റ്റാർ ആവാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ട്. ഇവനേട്ടൻ പിന്നെ അറിയാലോ, എൻ്റർടൈൻമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഗിരീഷ് ഷെഡിയുടെ ഒപ്പം ഒരു പടം കൂടി കിട്ടിയപ്പോൾ അഴിഞ്ഞ അടിയുണ്ട്. ഒന്നും നോക്കണ്ട, ഓണത്തിന് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം എല്ലാവർക്കും. പടം വേറെ റേഞ്ചിൽ പോയിട്ടുണ്ട്. സത്യമില്ല, ഞാനൊരു ഭയങ്കര ന്യൂ പൊളി ഫാൻ. എനിക്ക് സത്യമായിട്ട് 2.5 മണിക്കൂർ നമ്മൾ തിയേറ്ററിൽ ഭയങ്കരമായിട്ടൊരു ഹരം കൊണ്ടിരിക്കുകയെന്ന് അറിയില്ലേ. അതിന് ഇവനേട്ടൻ്റെ ഓറ നമുക്ക് കിട്ടും. ആ ഒരു എൻഗേജിങ് ക്യാരക്ടറിൽ വന്നു കഴിഞ്ഞാൽ സെറ്റാണ്. തമാശകളൊക്കെ വർക്കാണ്. പിന്നെ അല്ലാണ്ട് എല്ലാവരും ചിരിക്കുന്ന തിയേറ്ററിൽ 2.5 മണിക്കൂർ ഫുള്ള് ചിരിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഒരു ഈ റോളുണ്ടാക്കാൻ ആളെ കൊണ്ട് തന്നെ പറ്റുള്ളൂ. അടിപൊളിയാണ്. പ്രേമുല്ലു എന്ന് പറഞ്ഞാൽ അത് വേറൊരു ജാനർ, സെയിം തന്നെയാണ് ഏകദേശം. ഇത് വേറൊരു ഏജ് കാറ്റഗറി കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാവർക്കും കണക്റ്റ് ആവും. ഉറപ്പാ, ഷുവറാ, എന്തായാലും കൊല്ലത്തൂക്ക. തമാശയൊക്കെ സൂപ്പറായിട്ടുണ്ട്. നമുക്ക് 2.5 മണിക്കൂർ നമുക്ക് ശരിക്കും എന്താ ഒരു നല്ലൊരിതായിട്ട് എടുത്തിട്ടുണ്ട് മൂവി. നന്നായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. ഞാൻ എന്താണോ പ്രതീക്ഷിച്ച് വന്നത് എനിക്കതിന് മേലെ കിട്ടി. ഫീൽ ഗുഡ് എന്നും പറയാം, നല്ലൊരു റൊമാൻസ് മൂവി എന്നും പറയാം. നല്ല കോമഡീസും ഉണ്ട്, അത് ഫ്രഷ് ആയിട്ടുള്ള കോമഡീസ്. അതുകൊണ്ട് മൊത്തത്തിൽ നല്ല ഈ ഒരു ഓണം ഫെസ്റ്റിവൽ ടൈമിൽ ആഘോഷിച്ച് കാണാൻ പറ്റിയ നല്ലൊരു ഫീൽ ഗുഡ് പടം. അതെ, എനിക്ക് അത്ഭുതമാണ്. കാരണം പുള്ളിക്ക് ഇങ്ങനെ സ്റ്റോക്ക് തീരാതെ ഇത്രമാത്രം സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുന്നത്. ഇപ്പം പല സിനിമകൾ വന്ന് എല്ലാത്തിലും പുതിയ കോമഡീസ്, അതും വളരെ അപ്ഡേറ്റഡ് ആണ് പുള്ളി. നമ്മളിപ്പം നിലവിൽ കാണുന്ന സോഷ്യൽ മീഡിയ കോമഡീസും എല്ലാം മിക്സ് ചെയ്ത് നല്ല സൂപ്പറായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ശരിക്കും ഒരു ഗിരീഷയുടെ സംഭവം തന്നെ പടം. പുള്ളി ഇല്ലെങ്കിൽ പടമില്ല. നിവിൻ എന്താണ്, നിവിൻ്റെ ഒരു കംഫർട്ട് സോണാണിത്. ഇപ്പോൾ ഫഹദ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്ന നിവിൻ പോളിയുടെ ഒരു ടൈലർ ഫിറ്റ് റോളാണെന്ന്. അതുപോലെ തന്നെയാണ് ഇതിൽ നമുക്കൊരു ഓം ശാന്തി ഓഷന സ്റ്റൈലുള്ള നിവിൻ പോളിനെ കാണാൻ പറ്റും. ഈ കോഴിത്തരം അതെല്ലാം മാറ്റി നിർത്തി പുള്ളിയുടെ ഒരു കുറച്ചുകൂടി ഒരു വേറൊരു വെർഷൻ. അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ്നെസ് തോന്നി പുള്ളിയുടെ ക്യാരക്ടർ ആയാലും. ഇപ്പോൾ മമിത ബൈജു ആയാലും ഈ അടുത്ത് ചെയ്ത റോൾസ് എല്ലാം കുറച്ച് ക്യൂട്ട്നെസ് വാരി ഉതിർന്ന ടൈപ്പായിരുന്നു. നന്നായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പടത്തിൽ പുള്ളിക്കാരിയും വരുമ്പോൾ വേറൊരു വെർഷനാണ്. അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ്നെസ് തോന്നി, ക്യാരക്ടേഴ്സായിട്ട് നല്ല കണക്ഷൻ തോന്നി നമുക്ക്. അതുകൊണ്ട് പടം നല്ല സൂപ്പറായിട്ട് തോന്നി. അതെ, ഫാമിലിക്കായാലും യൂത്തിനായാലും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. ഒരു ഫണ്ണാണ്, നല്ലൊരു ഫീൽ ഗുഡ് ക്ലൈമാക്സ് ഉണ്ട്. മൊത്തത്തിൽ നല്ലൊരു പടമാണ്. അതിൽ സംശയമില്ല. ഓണത്തിന് ഇപ്പോൾ ഏതൊക്കെ പടം വന്നാലും ഈ പടം എന്തായാലും ഹിറ്റാവുന്ന ഉറപ്പാണ്. കാരണം ആ ഒരു വൈബാണ് ഈ പടത്തിലുള്ളത്. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നല്ലൊരു ഹാപ്പി ആയിട്ട് നമുക്ക് റീഫ്രഷ് ആവാൻ പറ്റും പടം കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് എന്തായാലും ബ്ലോക്ക് ബസ്റ്ററാണ്, ഉറപ്പാണ്. ഈ കോംബോ നമുക്ക് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ. നിയമ്പോളി, മമിത, ആ ഒരു ഏജ് ഗ്യാപ്പ്, പിന്നെ എങ്ങനെയായിരിക്കും അപ്പോൾ അത് എടുക്കാൻ പറ്റുക എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അത് പടത്തിൽ കൺവിൻസിങ് ആണ്. നമുക്കൊരിക്കലും ആ ഏജ് ഗ്യാപ്പ് ഫീൽ ചെയ്യില്ല. നിവിൻ ആയാലും മമിത ആയാലും പെർഫോമൻസ് കൊണ്ട് വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബോറിങ് തോന്നില്ല. നമുക്ക് ആ ഒരു കോംബോനെ പറ്റി ഒരു കുറ്റവും പറയാൻ പറ്റില്ല. പക്കയായിട്ട് എടുത്തിട്ടുണ്ട്. ശേഷം കേരളക്കരയിൽ വൻ ഓണം ഉണ്ടാക്കാൻ പോകുന്ന നിവിൻ പോളി സിനിമ എന്നതിന് വിശേഷിപ്പിക്കാം. ഗംഭീരമായിട്ടുള്ള പടം. എൻ്റെ പൊന്നു, ചിരിച്ച് നമ്മൾ മരിക്കുന്നു പറയില്ലേ, അമ്മാതിരി കോമഡി, ലാസ്റ്റ് ആകുമ്പോൾ ഇമോഷണൽ. നിവിൻ പോളി ഒരു രക്ഷയിലട, സർവമാക്കിയൊക്കെ മേലെ നിൽക്കും പടം. അമ്മാതിരി റേഞ്ച്, ആ സംഗീതം, അവൻ്റെ ഒക്കെ പെർഫോമൻസ് കാണണം. അതായത് ഇത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാവില്ല ചില ചേട്ടന്മാരും അവിടുത്തെ ഗ്യാങ്ങുകളൊക്കെ, അങ്ങനത്തെ ഒരു കഥയാണ്. എൻ്റെ അമ്മോ, ഇത് ജെൻസി കിഡ്സിനും 90 കിഡ്സിനും 80 കിഡ്സിനൊക്കെ ഇഷ്ടം. ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ബോറടിപ്പിക്കില്ല പടം. പെട്ടെന്ന് തീരരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. അമ്മാതിരി ഇന്നവും നമ്മൾ പടത്തിൽ. ഇത് കോടി ക്ലബ്ബുകൾ അടിക്കട്ടാ. നിവിൻ പോളിയുടെ ഏറ്റവും വലിയ കളക്ഷനിലേക്ക് ഒരു അടിക്കാനുള്ള ഒരു സാധ്യത ഈ പടത്തിന് ഉണ്ട്. കാരണം ഓണം നിവിൻ പോളി എടുത്തു മക്കളെ, രക്ഷയില്ല.